നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതനം കോസ്മിക്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2025 വിഷു വർഷകാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പൂര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കുള്ള ഈ വിഷു വർഷക്കാലത്തെ 2025 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ്. ഇന്നത്തെ അധ്യായത്തിൽ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ഉത്തരത്തിനെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്രപരമായിട്ടുള്ളൊരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. പൊതുവായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ പുതിയ വിദ്യകൾ അഭ്യസിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. മികച്ച തൊഴിലവസരങ്ങൾ വന്ന് ചേരുന്ന ഒരു വർഷമാണ്. കാർഷിക സംബന്ധമായി ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലയളവാണ്. ശിരസ്, ഉദരം എന്നിവ സംബന്ധമായ അസുഖങ്ങൾ വന്നു ഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാലഘട്ടം. വിവാഹത്തിന് അനുകൂലമായ സമയം അല്ല. വിദേശയാത്രയ്ക്ക് യോഗമുള്ള ഒരു കാലം കൂടെയാണ് ഉത്തരത്തിന്. വിദ്യാഭ്യാസപരമായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ പുതിയ വിദ്യകൾ അഭ്യസിപ്പിക്കുവാൻ അല്ലെങ്കിൽ അഭ്യസിപ്പിക്കുവാനും കാരണം അധ്യാപനം നടത്തുവാനും അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുവാനും സ്വയമേ നിങ്ങൾക്ക് അഭ്യസിക്കാനും ഒരു വിദ്യയെ ആവിർഭവിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. മത്സര പരീക്ഷകളിൽ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. നല്ല സൗഹൃദങ്ങളും നല്ല ഗുരുക്കന്മാരെയും ഒക്കെ ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്തര നക്ഷത്ര ജാതർക്ക് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ഭവിക്കുന്ന, ഏറെ നാളുകളായിട്ട് ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് സർക്കാർ, അർദ്ധ സർക്കാർ, അതുപോലെ തന്നെ പ്രൈവറ്റ് ഫാമിലി ആയിരുന്നാലും അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ഭവിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷു വർഷം എന്ന് പറയുന്നത്. കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ പൊതുവെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ, വാക്തർക്കങ്ങൾ ഉണ്ടാകുവാനും തന്മൂലം കുറച്ചു കാലത്തേക്ക് നിങ്ങളൊന്ന് മാറി താമസിക്കാനും ഒക്കെ സാഹചര്യം അല്ലെങ്കിൽ താമസിക്കേണ്ട സാഹചര്യം ഈ വിഷു വർഷക്കാലത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ടുള്ള ഉത്തര നക്ഷത്ര ജാതർക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു വർഷമാണ് ഈ വിഷു വർഷം. സാമ്പത്തികപരമായി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ വിഷു വർഷക്കാലത്തിന്റെ ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കംപ്ലീറ്റ്ലി തീർക്കുവാനും തന്മൂലം സമാധാനപരമായിട്ട് പുതിയ ഒരു കാലഘട്ടത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെയൊക്കെ മുൻപിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് വരുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിഷു വർഷക്കാലത്തിൽ സാധിക്കും. കാരണം ദൈവാധീനം ഉത്തര നക്ഷത്ര ജാതർക്ക് ഈ ഒരു വിഷു വർഷക്കാലത്തിൽ നന്നായി തന്നെ ഉണ്ട്. പ്രണയ സംബന്ധമായിട്ട് ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രണയത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയോ അല്ലെങ്കിൽ കമിതാവുമായിട്ട് ഒരു അകൽച്ച വന്ന് ഏറെ കാലങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങൾക്ക് പരസ്പരം മിണ്ടാതെ അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾ പരസ്പരം ഒന്ന് വിട്ടുമാറുകയും പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഒരുമിക്കുകയും ചെയ്യുന്നത്, അത് ഈ വർഷം തന്നെ സംഭവിക്കണമെന്നില്ല. പിന്നീട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ വിഷു വർഷക്കാലത്തിൽ കാണുന്നുണ്ട്, കമിതാക്കളായിട്ടുള്ളവരിൽ കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ട് ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്കായിരുന്നാലും സ്ത്രീ ജനങ്ങൾക്കായിരുന്നാലും വിവാഹത്തിന് അത്ര അനുകൂലമായ ഒരു വർഷമല്ല ഈ ഒരു സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് വേണം വിവാഹത്തിലേക്ക് നിങ്ങൾ കടക്കുവാനായിട്ട്. വ്യാവസായിക സംബന്ധമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ, പ്രത്യേകിച്ചും സാമ്പത്തിക പരമായിട്ടുള്ള ഇപ്പോൾ ഫിനാൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷു വർഷം വളരെ ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. എന്നാൽ ഫുഡ് പ്രോഡക്ട്സ് പോലുള്ള കാര്യങ്ങൾ, ഫുഡ് പ്രോഡക്ട്സ് അതുപോലെ കോസ്മെറ്റിക്സ്, ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ളൊരു പ്ലാനിങ് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതുപോലെ ടെക്നിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ പോലുള്ള സംഭവങ്ങൾ, ഇതൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷു വർഷത്തിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങൾ അതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും തുടങ്ങാവുന്നതാണ്. കൃഷി സംബന്ധമായിട്ട്, കാർഷിക സംബന്ധമായിട്ട് ഉത്തര നക്ഷത്ര ജാതർക്ക് ഈ വിഷു വർഷക്കാലം ഏറെ ഗുണകരമായിട്ടുള്ള കാലഘട്ടം. പുതിയ കാർഷിക വൃത്തിക്ക് നിങ്ങൾ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർഷിക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു വരുമാനം നിങ്ങൾക്ക് ഈ വിഷു വർഷക്കാലത്തിൽ തീർച്ചയായിട്ടും
സ്വാംശീകരിച്ചെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലയളവാണ്. ശിരസ്, ഉദരം എന്നിവിടങ്ങളിൽ വലിയ തോതിലുള്ള അസുഖങ്ങൾ വന്നു ഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മുമ്പോട്ട് പോകേണ്ടതാണ്. ഉത്തരത്തിനെ സംബന്ധിച്ച് ഒരു ഗുണദോഷ സമ്മിശ്രം, ആദ്യമേ പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത്. ദോഷപരിഹാരാർത്ഥം ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തം നടത്തുന്നത്, ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ ഗുണകരമാണ്. ഇല്ല എങ്കിൽ മാസത്തിൽ ഒരു 3 വ്യാഴാഴ്ച അടുപ്പിച്ച് മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത അർച്ചന കഴിപ്പിക്കുന്നതും, ശബരിമല ക്ഷേത്ര ദർശനം, പുരുഷന്മാരാണെങ്കിൽ ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്നതും, അതുപോലെ അയ്യപ്പൻ ശാസ്താവിന്റെ ഭജനം പുരുഷന്മാർക്കും സ്ത്രീജനങ്ങൾക്കും ഒക്കെ ചൊല്ലാം. ശാസ്താവിന്റെ ഭജനം നിത്യേനെ ചൊല്ലുന്നതും, അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ശാസ്താക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ശാസ്താവിന്റെ ഒരു കീർത്തനം ചൊല്ലുന്നതും, അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിലും ഹരിവരാസനം നിങ്ങളൊന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഗുണകരമായിരിക്കും. ശിവക്ഷേത്രത്തിൽ കൂവളമാല, അതും ഈ പറഞ്ഞതുപോലെ 3 വ്യാഴാഴ്ചക്കാലം ഞാൻ മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത അർച്ചന പറഞ്ഞതുപോലെ ശിവക്ഷേത്രത്തിൽ കൂവളമാല അർച്ചന കൂടി നടത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ വിഷു വർഷക്കാലത്തിൽ തീർച്ചയായും സംഭവിക്കും. നല്ല ഒരു വിഷു വർഷം എല്ലാ ഉത്തര നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ആശംസിച്ചുകൊണ്ട് സനാതന കോസ്മിക്സിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.